സാർ, ഈ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും മോശം മന്ത്രി ആരാ? സാറിന് ഏറ്റവും നല്ല മന്ത്രി ആരാണെന്ന് ആരും ചോദിക്കുന്നത്. എനിക്കങ്ങനെ ആരുടെയും പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് ഏറ്റവും മോശം മന്ത്രി എന്ന് സാറിൻ്റെ വിലയിരുത്തലിൽ അങ്ങനെ നമുക്ക് ഒരാളെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും നമ്പർ 1 ഉണ്ടാകത്തില്ലേ? അല്ലല്ല, മോശം മന്ത്രിമാരുടെ ഇടയിൽ ആരാണ് മോശം എന്ന കാര്യത്തിൽ വലിയ മത്സരം നടക്കും. ആരാണ് ഒന്നാമൻ? ഒന്നാമൻ എന്നുള്ള അതിൽ മോശത്തിൽ ഒന്നാമൻ ആര് എന്ന കാര്യത്തിൽ മത്സരം നടക്കും. പിണറായി ആണോ? അല്ല, അത് പിണറായി തമ്മിൽ ഭേദമാണോ? ഈ മന്ത്രിസഭയിൽ ഏറ്റവും നല്ല മന്ത്രി ആരാണെന്ന് അത് ചോദിച്ചാൽ പിണറായി വിജയൻ. അത് പിണറായി വിജയനാണ്. ഒരു സംശയവും വേണ്ട. ഈ മന്ത്രിസഭയിൽ ഒറ്റ മന്ത്രിയേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഒറ്റ ശരിയാണ്. മന്ത്രിയുള്ളെന്ന് പറഞ്ഞാലും അത് ശരിയാണ്, പിണറായി വിജയനാണ്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയന് ഒരു സ്റ്റേറ്റ് ലീഡറുടെ സ്റ്റേച്ചറുണ്ട്. വേറെ അങ്ങനെ അധികം പേര് ആ പാർട്ടിയിലും ഇല്ല, മറ്റു പാർട്ടികളിലും. ആളുകൾ പിണറായി സ്തുതിയാണെന്ന് വ്യാഖ്യാനിക്കും. അല്ല, പിണറായിയുടെ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളവർ, എനിക്ക് സ്തുതി പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഈ വിഷയം പറയുമ്പോൾ അസത്യം പറയാൻ പറ്റില്ല. ഞാനൊരു മാധ്യമപ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് അതെ അതെ, എനിക്ക് അസത്യം പറയാൻ പറ്റില്ല. അത് പ്രേക്ഷകരിൽ പലർക്കും അതറിയില്ല. സാറ് പത്രപ്രവർത്തനമാണ് ആദ്യം തുടങ്ങിയത്. അതെ, അപ്പോൾ അത് കാരണം അതിൽ നമ്മൾ വസ്തുത നമുക്കെതിരാണെങ്കിലും വസ്തുത എഴുതണം എന്നുള്ളതാണ്. അതെ അതെ, ഖുറാനിലൊരു വാക്യമുണ്ട്, അത് എല്ലാ മാധ്യമപ്രവർത്തകരും അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് എനിക്കൊരു നിർദ്ദേശമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സത്യം ചിലപ്പോൾ നിൻ്റെ രാജ്യത്തിന് എതിരായേക്കാം, ചിലപ്പോൾ അത് നിനക്ക് എതിരായേക്കാം. അപ്പോഴും നീ സത്യത്തിന് സാക്ഷ്യമാവുകയും സാക്ഷ്യമായ സത്യം പറയുകയും വേണം. ഇത് എല്ലാ മാധ്യമപ്രവർത്തകരും അവരുടെ ഈ മോട്ടോ ആയിട്ട് അല്ല, ഡെസ്കിൻ്റെ മുമ്പിൽ എഴുതി വെക്കണം. കാരണം ഞങ്ങളിത് പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് 251 ക്രിമിനൽ കേസിൽ പ്രതിയാക്കിയ പിണറായി കഴിഞ്ഞ 2008 തുടങ്ങി എൻ്റെ പെൻഷന് വേണ്ടി ഞാൻ ഹൈക്കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാരണവശാലും എനിക്ക് തീർന്നില്ല. ഇല്ലില്ല, ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പം എത്രയേ കൊല്ലം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിണറായിയോട് എനിക്കൊരു സ്നേഹവും ഇല്ല. പക്ഷേ വസ്തുതയായിട്ട് തന്നെ പറയണം. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൽ ഏറ്റവും മികച്ച മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഞാൻ ഏറ്റവും മോശം മന്ത്രിയുടെ കാര്യമാണ് ചോദിച്ചത്. ഏറ്റവും മികച്ച മന്ത്രി അതാണ്. ഇനി നമുക്ക് അതിൽ നിന്ന് താഴേക്ക് എടുക്കാം, ബാക്കിയൊക്കെ അതിൽ താഴെ നിൽക്കുന്നതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഘടകകക്ഷി മന്ത്രിമാരിലെ ഒരാളുടെ പേര് പറയൂ, നന്നായി പെർഫോം ചെയ്തേക്കണം. എൻ്റെ പൊന്നു സാറേ, എൻ്റെ വിഷമം, എനിക്ക് ഘടകകക്ഷിയിലെ മന്ത്രിമാരുടെ എല്ലാവരുടെ പേര് പോലും അറിയില്ല. പേരറിയാം, വകുപ്പ് അറിയില്ല. കൃഷ്ണൻകുട്ടി ഇലക്ട്രിസിറ്റിയാണ് അറിയാം. എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയൂ. അല്ല, വീട്ടിൽ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും. അത് ഇപ്പോൾ ഈ കൃഷ്ണൻകുട്ടി വരുന്നതിന് മുമ്പുണ്ടല്ലോ കൃഷ്ണൻകുട്ടി. പിന്നെ എനിക്ക് വളരെ എൻ്റെ ഈ ശബ്ദം മോശമാകാൻ കാരണം ഈ കടന്നപ്പള്ളിക്കൊക്കെ ഞാൻ സിന്ദാബാദ് വിളിച്ച് കേസ്. കടന്നപ്പള്ളി ഒരു മന്ത്രിയാണല്ലേ? ഇപ്പോൾ നിങ്ങളിത് ഞാൻ പറയുമ്പോഴാണ് നിങ്ങളിത് പേര് പോലും അറിയണം. ഒന്നും ചെയ്യുന്നില്ല. AK ശശീന്ദ്രൻ വേറൊരു ഘടകകക്ഷി മന്ത്രിയാണ്, പഴയ ഫോൺ വിളിക്കാരൻ. അയാൾക്ക് വളരെ ലൈവ് ഇഷ്യൂ. എന്തായിരുന്നു പുള്ളിയുടെ വകുപ്പ്? അയാളുടെ അല്ലേ ഫോറസ്റ്റ്, വനം മന്ത്രി. AK ശശീന്ദ്രൻ. അവ വനത്തിലുള്ള ജീവികളും നാട്ടിലുള്ള ജീവികളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കണം. അതിന് എന്തെങ്കിലും ചെയ്യാൻ ഇയാൾക്ക് കഴിയുന്നില്ല. പുള്ളി എന്ത് ചെയ്യാനാ? വനത്തിൽ നിന്ന് മൃഗം ഇറങ്ങി വരുന്നത് ശശീന്ദ്രൻ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കുന്നത്, ശശീന്ദ്രൻ എന്നെ തിന്നോന്ന് പറയണം? അല്ല, അങ്ങനെയല്ല. അതിനകത്തൊരു കാര്യമില്ലേ, ഇതിനൊരു ലീഗലി ഒരു പരിഹാരം ഉണ്ടാക്കൽ മന്ത്രിയുടെ പണിയാണ് സാർ. ശരി, സമ്മതിച്ചു. ഞാനങ്ങ് ചോദിച്ചു, പിന്നെ കുറച്ചെതിര് പറയണ്ടേ? പിന്നെ അതായത് പിന്നെ ഒന്ന് റോഷി അഗസ്റ്റിൻ. റോഷി അഗസ്റ്റിൻ നല്ല മന്ത്രിയാണ്. KM മാണിയുടെ മകനെ ഒതുക്കി റെഡി. കേരളമാക്ക് അതില് നല്ല പെർഫോമൻസ് ആയിരുന്നു. അല്ല, റോഷി അതിൽ വിജയിച്ചിട്ടുണ്ട്. ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് പിടിച്ച് മേടിച്ചിട്ട് മത്സരിക്കും എന്ന് പറയാനുള്ള. അല്ല, അതിൽ റോഷി പാർട്ടി പിടിച്ചെടുക്കുന്നതിൽ ഒരുപക്ഷെ റോഷി വിജയിച്ചു. പക്ഷേ വകുപ്പ് ഭരിക്കുന്നതിൽ അദ്ദേഹം വെള്ളത്തിന്റെ മന്ത്രിയാ. അതെ, വെള്ളം എല്ലായിടത്തും ഇപ്പോഴേ വെള്ളക്ഷാമം തുടങ്ങി. കുംഭമാസം വന്നതോടുകൂടി വെള്ളക്ഷാമം തുടങ്ങി. ആ വെള്ളക്ഷാമത്തിന് 5 കൊല്ലമായിട്ട് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്? അപ്പം മഴ പെയ്യണ്ടേ സാറേ? മഴയില്ല, മന്ത്രിക്ക് മഴ പെയ്യിക്കാൻ പറ്റും? അവിടെ അല്ല പ്രശ്നം. കേരളത്തിലെ പോലെ മഴ പെയ്ത് വെള്ളം കിട്ടുന്നൊരു സ്ഥലം വേറെ എവിടെയുണ്ട്? തമിഴ്നാട്ടിലുണ്ടാ? ഇല്ല.
ആന്ധ്രയിലുണ്ട? ഇല്ല. ഏറ്റവും കൂടുതൽ തെലുങ്കാനയുടെ ചില പ്രദേശത്ത് ഈ ചുഴലി രൂപപ്പെടുമ്പോൾ, ചുഴലി എന്നല്ല, എന്താ തന്നെ പറയുക, ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ പേമാരി പെയ്യും എന്നല്ലാതെ റെഗുലറായിട്ടുള്ള മഴയില്ലല്ലോ. ഇപ്പം നമുക്ക് കുംഭത്തിൽ 3 മഴ കിട്ടി. പഴയ ഒരു ചൊല്ലെന്താണെന്നറിയാമോ? കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം വിളയുമെന്നാണ്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം വിളയും. അത് നമുക്ക് 3 മഴ ഈ എറണാകുളത്ത് പോലും കുംഭമാസത്തിൽ കിട്ടി. ഇങ്ങനെ ഈ വെള്ളം വരുന്ന ആ വെള്ളത്തിന് നമുക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ളൊരു ജലനയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടല്ലോ സാറേ. എന്ത് ജലനയം? ഇഷ്ടംപോലെ ബാറുകൾ അനുവദിക്കാൻ. അത് വെള്ളം കുടിക്കാനായിട്ട്. ഞാൻ ചോദിച്ച കുടിവെള്ളത്തിൻ്റെ കാര്യമാണ്. അതാണല്ലേ, കുടിവെള്ളത്തിൻ്റെ കാര്യമാണ്. കുടിവെള്ളത്തിൻ്റെ ഒരു നയം വേണ്ടേ? ഞാൻ ഈ പറഞ്ഞവരാരും അവരുടെ വകുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ആ വകുപ്പിനെ കുറേ കൂടി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ PRD കാശ് കൊടുത്ത് മന്ത്രിമാരുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അത് ചെയ്തു, കേരളത്തെ മാറ്റിമറിച്ചു. അതൊക്കെ മാറ്റിമറിച്ചെങ്കിൽ നമുക്ക് തോന്നണ്ടേ? ഇപ്പം ഞാൻ ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ കാര്യത്തിൽ എവിടെയെങ്കിലും മറിക്കുകയും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ജീവിക്കുന്ന കൊച്ചി നഗരത്തിൻ്റെ എല്ലാ പരിസര പ്രദേശത്തും വെള്ളക്ഷാമം തുടങ്ങിക്കഴിഞ്ഞ്. പക്ഷെ ഒറ്റ മഴ പെയ്താൽ കൊച്ചിയിൽ എല്ലായിടത്തും വെള്ളം കെട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൽ ഏറ്റവും മോശം മന്ത്രി ആരാണ് എന്ന കാര്യത്തിലൊരു തീരുമാനം. വലിയ മത്സരം നടക്കും അല്ലേ? സഡൻ ഡെത്ത് നടക്കും. ഫുട്ബോളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫുട്ബോളിന് ടൈ ബ്രേക്കർ വന്ന് പെനാൽറ്റി ഷൂട്ട്. ചെറിയ ഘടകകക്ഷികളെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റതിലേക്ക് വരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ചെറിയ ഘടകകക്ഷികളാണ്. മറ്റേ അബ്ദുറഹ്മാനൊക്കെ ഉണ്ട്. അബ്ദുറഹ്മാൻ പക്ഷെ സ്വതന്ത്രനല്ലേ? CPM-ന്റെ സ്വതന്ത്രൻ. അത് CPM-ന്റെ കാറ്റഗറി എടുക്കുമ്പോൾ എടുത്താൽ പോരെ. ശരി. അതുവരെ നമുക്ക് അദ്ദേഹത്തെ വിടാം. സ്പോർട്സ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. അതിന്റെ വാതിലൊക്കെ പറഞ്ഞു പോയി, ഗേറ്റൊക്കെ പറഞ്ഞു വീണു. അതെ. അപ്പോൾ അത് അദ്ദേഹത്തിന് ആ പണി അറിയില്ല എന്നും ഇത് ഒന്നും അറിയില്ല എന്ന്. ആള് സുമുഖനാണ്, അത് നമ്മൾ പറയേണ്ടതാണ്. പക്ഷെ ഈ പണി അറിയില്ല. പിന്നെ ഇനിയുള്ളത് CPI-യുടെ മന്ത്രിമാരാണ്. CPI-യുടെ മന്ത്രിമാരിൽ അതിൽ പ്രസാദ് എൻ്റെ സ്നേഹിതനാണ്, വളരെ സൗഹൃദമുള്ള ഒരാളാണ് എനിക്ക്. പക്ഷേ ഈ കൃഷിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരവും കാർഷിക ജീവിതവും കാർഷിക ഉൽപ്പന്നങ്ങളും തിരിച്ചുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഒരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ 500 രൂപ ഒരു കിലോയ്ക്ക് വിലയുള്ള അരിയുണ്ട്. നമ്മൾ ഈ കിട്ടുന്ന ഈ പറഞ്ഞ എന്താണ്, അല്ല, പാലക്കാടൻ മട്ട തുടങ്ങിയ മട്ട വടി എന്നൊക്കെ പറഞ്ഞ അരികളല്ലാതെ വലിയ വിലയുള്ള, വലിയ പ്രോട്ടീൻ ഉള്ള, വിവിധ മിനറൽസ് ഉള്ള, ഒരുപാട് വൈറ്റമിൻസ് കിട്ടാവുന്ന അരികളുണ്ട്. ഈ അരികളെല്ലാം നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റുമോ? ഏതൊക്കെ കൃഷി എവിടെയൊക്കെ പറ്റും? ഒരു കിലോയ്ക്ക് 500 രൂപ കിട്ടാവുന്ന ഒരു അരിയുണ്ട്. ഒരു ചുമന്ന അരിയുണ്ട്, അത് ഭയങ്കര വിലയാണെന്നാണ് പറഞ്ഞത്. ഞാനത് കണ്ടതാണത്. നമുക്ക് പക്ഷേ 500 രൂപ കൊടുത്ത് അരി വാങ്ങിച്ച് തിന്നാനുള്ള കെൽപ്പ് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളത് പോയില്ല. പക്ഷെ കെൽപ്പുള്ളവരുണ്ടാവുമല്ലോ. പിന്നെ ഉറപ്പായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 500 രൂപ വെച്ചുള്ള അരി കൃഷി ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ മാർക്കറ്റ് കിട്ടും. കൃഷി ലാഭകരമായിട്ട് മാറും. കൃഷി ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പ്രസാദ് ചെയ്തിട്ടുണ്ടോ? പ്രസാദ് നല്ലവനാണ്, ചെരുപ്പിടില്ല, സൈക്കിളിൽ പോകും, ലളിതമായ ജീവിതത്തിൽ വിശ്വാസമുള്ള ഒരാളാണ്. ഷർട്ടൊക്കെ വളരെ കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷേ ചെരുപ്പുണ്ട്. ചെരുപ്പ് മറ്റേ ഇതായിരിക്കും, ഹവായി ചപ്പലായിരിക്കും. പക്ഷേ ഷർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ ചെരുപ്പ് ഈ ഹവായി ചപ്പലൊക്കെ ഇട്ട് പോകുന്ന ഒരാളാണ്. അയാളെക്കുറിച്ച് വേറെ ആക്ഷേപങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കൃഷി
അഭിമാനമുള്ള, അന്തസ്സുള്ള, ജീവിതത്തിന് സുരക്ഷിതത്വം കിട്ടുന്ന ഒരു പ്രൊഫഷനാക്കി മാറ്റിയാലേ കൃഷി സർവൈവ് ചെയ്യൂ. അതെ അതെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രസാദിനെ കുറിച്ചൊന്നും പറയാം. അല്ല, പിന്നെ ഉള്ളത് പിഞ്ചു മനസ്സുള്ള ചിഞ്ചുറാണി. ചിഞ്ചുറാണി എന്നൊരു മന്ത്രി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് അത്യപൂർവ സന്ദർഭങ്ങളിൽ ചിഞ്ചുറാണി ചില വാർത്തകളിൽ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനൊരു മന്ത്രി ഉണ്ട്, ഇങ്ങനൊരു മന്ത്രി ഉണ്ടല്ലോ, ചിഞ്ചുമോൾ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. ചിഞ്ചുറാണി 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 എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്നു. തിരുവനന്തപുരത്ത് എവിടെ നിന്നുമാണ് അവർ ജയിച്ചേക്കണെന്ന് തോന്നുന്നത്. പക്ഷെ ഒരാൾക്കും വേറെ ഒന്നും അറിയില്ല അവരെക്കുറിച്ച്. അവരെന്താണ് അവരുടെ വകുപ്പിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. പിന്നെ ഉള്ളത് രാജനാ. പിന്നെ രാജന് വേറൊരാളും കൂടി ഉണ്ട്. 4 പേരില്ലേ അവരുടെ മന്ത്രിമാരെ? ഒരാൾ വേറെ അനില. അനിൽ നമ്മുടെ സിവിൽ സപ്ലൈസ്. എന്നും ആലോചിച്ച് നോക്കൂ സാർ, നമ്മൾ ഈ വാർത്തയുടെ ലോകത്ത് ജീവിക്കുന്നത് നമുക്ക് മന്ത്രിമാരുടെ പേര് നാവിൽ പോലും വരുന്നില്ല. അല്ല, ഒരു കാര്യമുള്ള നമുക്ക് ഇവരെ അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ അത്ര പെർഫോമൻസ് അത്ര മോശമാണ്, പൂവർ പെർഫോമൻസ് ആണെന്ന് അർത്ഥം. നമ്മൾ വാർത്തകളുടെ ലോകത്ത് ജീവിക്കുകയും നമ്മൾ നിരന്തരം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന നമുക്ക് പെട്ടെന്നൊരു മന്ത്രിയെ മറന്നു പോകുന്നു. ഒരു മന്ത്രി അയാളെ ഏതാ വകുപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വകുപ്പിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതാണ് ആ CPI എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു ഗതികേട് കൂടിയാണിത്. കാരണം CPIക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. TV തോമസ് CPI മന്ത്രിയായിരുന്നു. TV തോമസ്, MN ഗോവിന്ദൻ നായർ, E ചന്ദ്രശേഖരൻ നായർ, പിന്നെ മറ്റേ നമ്മുടെ PK ശ്രീനിവാസൻ, ഇങ്ങനെ വളരെ കരുത്തരായ മന്ത്രിമാരുണ്ടാവുകയും MN ഗോവിന്ദൻ നായരുടെ ഒരു സംഭാവനയുണ്ട്. MN ഗോവിന്ദൻ നായരാണല്ലോ ലക്ഷം വീടെന്നൊരു സങ്കല്പം കൊണ്ടുവന്നത്. ലക്ഷം വീട് പദ്ധതി. കാരണം വീടില്ലാത്തവന് വീട് കൊടുക്കേണ്ടതാണ് എന്നൊരു സങ്കല്പം കൊണ്ടുവരികയും ഭൂമി എടുത്ത് 1 ലക്ഷം വീടുകൾ പണിത് ആ 1 ലക്ഷം പേർക്ക് കുടില് കൊടുക്കുകയും ചെയ്ത ഒരാളാണ് MN ഗോവിന്ദൻ നായർ. ഇന്ന് നിങ്ങൾക്ക് ആ CPIയുടെ മന്ത്രിമാരാണ് ഇന്നിപ്പം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് അതിലാകെ കയറി കേട്ടിട്ടുള്ള ആരുടെ മാത്രമാണ്? രാജൻ്റെ മാത്രമാണ്. അതെ, റവന്യൂ വകുപ്പായതുകൊണ്ട്. അത് റവന്യൂ വകുപ്പായതുകൊണ്ട് രാജൻ്റെ മാത്രം കേട്ടിട്ടുണ്ട്. അല്ല, മുമ്പ് CPIയിൽ നല്ല MLA ഉണ്ടായിരുന്നു. ഇപ്പം മുല്ലക്കര രത്നാകരൻ, അങ്ങനെയുള്ള കുറേ നല്ല MLA-മാരുണ്ടായിരുന്നു. അവരെ ആരും മന്ത്രിയാക്കിയില്ല. ഞാൻ പറയുന്നത് നല്ല ദിവാകരൻ CD വളരെ പവർഫുൾ മിനിസ്റ്ററായിരുന്നു. ദിവാകരൻ CPIക്കൊരു വലിയ കാര്യക്ഷമമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന E ചന്ദ്രശേഖരൻ നായർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിടുക്കനായിട്ടുള്ള കാര്യമാത്ര പ്രസക്തമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നതാണ്. ഞാൻ പറഞ്ഞ വ്യവസായ വകുപ്പ് മന്ത്രി എന്നൊക്കെ TV-യുടെ സംഭാവന വളരെ വലുതല്ലേ, ചെറുതല്ലല്ലോ. TV-യുടെ സംഭാവന വളരെ വലുതല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഘടകകക്ഷി മന്ത്രിമാരെ കുറിച്ച് CPM-ൻ്റെ മന്ത്രിമാരെ നമുക്ക് നാളെ എടുക്കാം. ഒറ്റയടി നീണ്ടുപോകും, അത് സവിസ്തരം പറയേണ്ടി വരും. ഏതായാലും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക്, ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിലേക്ക് നമ്മൾ ഇന്ത്യ ലൈവ് മാറുകയാണ്. അതിൻ്റെ തുടക്കമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകർ. കാരണം പലർക്കും അറിയില്ല, നമുക്ക് KS രാധാകൃഷ്ണൻ സാറിനെ, ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്നുള്ള ഒരു പ്രതിഭയെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പ്രൊഫഷൻ ആരംഭിക്കുന്നത് പത്രപ്രവർത്തകരായിട്ടാണ്. വളരെ കാലം എറണാകുളത്ത് ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറായിരുന്നു, പത്രാധിപ സമിതി അംഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹം കോളേജ് അധ്യാപകനായി, പ്രൊഫസറായി, സർവകലാശാല വൈസ് ചാൻസലറായി, പിന്നെ PSC-യുടെ ചെയർമാനായി. അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാഗതം നിരീക്ഷിക്കുകയും തൻ്റേതായ അഭിപ്രായം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ രാധാകൃഷ്ണൻ സാറാണ് നമ്മുടെ ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ റിവ്യൂ എന്ന തരത്തിലുള്ള നമ്മൾ ആരംഭിക്കുന്ന പരിപാടി തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ CPM-ൻ്റെ ഒഴികെയുള്ള ഘടകകക്ഷി മന്ത്രിമാരെക്കുറിച്ച് ഒരു ഓട്ടപ്രദർശനം നടത്തി. ഇനി നമ്മൾ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട മന്ത്രി ആരാണെന്ന് നാളെ പറയും. ഓക്കെ.